നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കുക്കീസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് സിനമൺ പട്ടയും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂടാക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സിനമണിൻ്റെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നമുക്ക് വെണ്ണയിലാണ് ഒന്ന് അലിയിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് തണുപ്പ് മാറിയ വെണ്ണ, കംപ്ലീറ്റ് ആയിട്ട് തണുപ്പ് മാറിയ വെണ്ണയായിരിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണയായിരിക്കണം എടുക്കേണ്ടത്. ഇത് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 40 ഗ്രാമോളം വെണ്ണയുണ്ട്. സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഈ വെണ്ണയിലോട്ട് 6 ടീസ്പൂൺ പട്ടയും പഞ്ചസാരയും പൊടിച്ചു വെച്ചില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 6 ടീസ്പൂണാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വെണ്ണയിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കണം. ഞാൻ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ അലിയിച്ച ശേഷം നമുക്കിനി ഒരു 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ വെണ്ണ നല്ല സോഫ്റ്റായിട്ട് മാറും. നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണും കൂടെ നമുക്ക് പഞ്ചസാരയും പട്ടയും ചേർത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്മൂത്താക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ല സ്മൂത്താക്കി എടുക്കാം. ഇനി ഇത് മാറ്റി വെച്ച ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാൻ 3/4 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഹോർലിക്സിൻ്റെ ഓട്സ് ആണ്. ക്യുക്കർ ഓട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. മൈദയ്ക്ക് പകരം നമുക്ക് ആട്ടയും ഉപയോഗിക്കാം. ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ അധികം പഴക്കം ചെന്നായിരിക്കാൻ പാടില്ല, പ്രോപ്പറായിട്ട് ബേക്ക് ആവില്ല. ഇനി ഇതെല്ലാം കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇനി നേരത്തെ നമ്മൾ അരിയിച്ച് വെച്ച പഞ്ചസാരയും വെണ്ണയും അതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം പകുതി ചേർക്കുന്നുണ്ട്. അത് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച ശേഷം ബാക്കി പകുതി നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇളക്കി നോക്കുമ്പോഴത്തേക്ക് ഇനി ആവശ്യാനുസരണം നമുക്ക് വെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തീരെ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അധികം ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സായി കിട്ടണം എന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചോക്കോ ചിപ്പാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മാവ് കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു 5 ഗ്രാം വെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാനൊരു 45 ഗ്രാം വെണ്ണയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഇതിൽ നിന്നും കുറച്ച് നിങ്ങൾക്ക് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെണ്ണ ചേർത്ത് ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം. ടേസ്റ്റ് നോക്കാം, മധുരമൊക്കെ കറക്റ്റാണോ നോക്കാം. ഇനി കുക്കർ പ്രീഹീറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റും വിസിലും റിമൂവ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യും. ഇനി ഓവനിൽ ബേക്ക് ചെയ്യുന്ന ട്രെയിലാണ് ഞാൻ ആദ്യം അറേഞ്ച് ചെയ്യുന്നത്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓരോ കുക്കീസായിട്ട് ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ക്രാക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് വെണ്ണയുണ്ടെന്നാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഓവനിൽ വെക്കുന്ന ട്രെയിൽ കുക്കീസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് ഞാൻ ചോക്കോ ചിപ്പ് വെക്കുന്നുണ്ട്.
ഇനി കുക്കറിൽ വെക്കുന്ന പാത്രത്തിലും കൂടെ കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നെയ്യോ വെണ്ണയോ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 ട്രേയിലായിട്ട് 13 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കിൽ നമുക്ക് ചോക്കോ ചിപ്പ് വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റായ കുക്കർ നമുക്ക് തുറന്നു കൊടുക്കാം. 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി അത് തുറന്ന ശേഷം ഇതിൻ്റെ നടുക്കിൽ ഒരു മെറ്റൽ സ്റ്റാൻഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. സ്റ്റീൽ സ്റ്റാൻഡ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പാത്രം കമിഴ്ത്തി വെച്ച് കൊടുത്താലും മതിയാവും. അതിലോട്ട് ഇനി ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഓരോ കുക്കറിനനുസരിച്ചിട്ട് ടൈമിംഗ് വ്യത്യാസം വരാം. എനിക്ക് 20 മിനിറ്റാണ് മൊത്തത്തിൽ വേണ്ടി വന്നത്. ഇനി ഇത് അടച്ചു വെച്ച ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഗ്യാസ്കറ്റും വിസിലും റിമൂവ് ചെയ്തിരിക്കണം. ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിമൂവ് ചെയ്തതാണ്. ഇനി ഇത് തീരെ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. എനിക്ക് മൊത്തം 20 മിനിറ്റ് വേണ്ടി വന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്യുക സൈഡൊക്കെ ഗോൾഡൻ ആയോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കുക. ഓവനിൽ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്ത് 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് വേണ്ടി വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തു, ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും 10 മിനിറ്റും കൂടെ വെച്ചു. ഇപ്പോൾ സൈഡൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം നമുക്കിത് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡിയായി. കുക്കറിൽ ബേക്ക് ചെയ്യാനും 20 മിനിറ്റ് തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസം വരാം. 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്യുക. ചൂടാറിയ ശേഷം എടുക്കുക. കുക്കീസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടിപ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താങ്ക്